2024 ഓഗസ്റ്റ് 19, സമയം ഉച്ചയ്ക്ക് 2:30. ഈ സമയത്താണ് കേരളക്കരയാകെ ഞെട്ടിപ്പിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത്. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ നിയോഗിച്ച സമിതിയായിരുന്നു ഹേമ കമ്മിറ്റി. 2017 നിലവിൽ വന്ന കമ്മിറ്റി 2019 തന്നെ റിപ്പോർട്ടും സമർപ്പിച്ചു. എന്നാൽ റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ പ്രമുഖരായ പലരുടെയും മുഖംമൂടി വലിച്ചു കീറുന്ന തരത്തിലുള്ള മൊഴികളും വെളിപ്പെടുത്തലുകളുമായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ 5 വർഷം അടയിരുന്നു. ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലോടെ പുറം ലോകം കാണുകയാണ് ചെയ്തത്. ഓഗസ്റ്റ് 19 പുറത്തു വന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ മേഖലയിലുള്ളവർക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിന്റെയും വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ നിരവധി രാജിനാടകങ്ങളും അരങ്ങേറി. ആദ്യം രാജിവെച്ചത് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖായിരുന്നു. അമ്മയുടെ നിലപാട് വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയ തൊട്ടു പിന്നാലെ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു നടി രംഗത്തെത്തി. അതോടെ ഗത്യന്തരമില്ലാതെ സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു. അതിനു മുമ്പ് ആരോപണം വന്നിരുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെയായിരുന്നു. ബംഗാളി നടിയായിരുന്നു ആ വെളിപ്പെടുത്തൽ നടത്തിയത്. ആരോപണത്തിന്റെ പേരിൽ താൻ ഒരിക്കലും രാജിവെക്കില്ലെന്ന നിലപാടെടുത്തിരുന്ന രഞ്ജിത്തിന് സിദ്ദിഖിന്റെ രാജി വലിയ വെല്ലുവിളിയായി. സിദ്ദിഖും ആരോപണത്തിന്റെ പേരിൽ രാജിവെച്ച ആളാണ്. ഒടുവിൽ രഞ്ജിത്തിന് മുന്നിലും രാജിയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും രാജിവെച്ചു. അതിന് പിന്നാലെയാണ് താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജി. സംഘടനയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ അടക്കമുള്ളവർ രാജിവെച്ച് ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. സിദ്ദിഖിന്റെ രാജിയോടെ ചോദ്യങ്ങളെല്ലാം തനിക്ക് നേരെ ഉയരുമെന്നും അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്നും ഭയന്നാണ് മോഹൻലാൽ രാജിവെച്ചത്. ഈ നടപടിയോടെ അമ്മയുടെ പേരിൽ തനിക്കൊന്നും പറയേണ്ടി വരില്ലല്ലോ എന്നായിരുന്നു ലാലിന്റെ വിശ്വാസം. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാലിന്റെ മൗനം ഏറെ ചർച്ചയായി. ഒരുപക്ഷെ താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചാൽ തനിക്കെതിരെയും ആരെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുമോ എന്ന ഭയവും ലാലിനുണ്ടായിരുന്നുവെന്നാണ് സിനിമാ മേഖലയിലുള്ളവർ തന്നെ അടക്കം പറയുന്നത്. രാജിനാടകങ്ങൾ ഒരു വശത്ത് നടക്കുന്നതിനിടെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ആരോപണം ഉന്നയിച്ചവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്ന തിരക്കിലാണ്. അതിനിടെ ആരോപണം ഉന്നയിച്ചവരിൽ ചിലർ പോലീസിനെ നേരിട്ട് പരാതിയും നൽകി. ആകെ 16 പരാതികളാണ് പ്രത്യേക സംഘത്തിന് ഇതുവരെ ലഭിച്ചത്. ഈ പരാതികളിൽ 7 കേസിലും FIR രജിസ്റ്റർ ചെയ്തു. മരട് സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ 7 കേസിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയമ്പിള്ള രാജു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. 7 പേർക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം കോടതിയിൽ ഇതിനായി അപേക്ഷ നൽകും. നിലവിൽ 7 പേർക്കെതിരെയും വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തത്. ഇതിലെല്ലാം 166 വകുപ്പ് പ്രകാരം സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് പോലീസിന്റെ ആലോചന. ഇനി മുകേഷിനെതിരായ കേസ് നമുക്ക് നോക്കാം. കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് മുകേഷ് MLA-ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തുന്നതിനിടെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. IPC 376/1 ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ച് കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അഭിമാനിക്കുന്ന അംഗവിക്ഷേപം, വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ജയസൂര്യയുടെ കേസ് പരിശോധിക്കാം. നടിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിലാണ് ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമണം നടത്തിയതിനാണ് കേസ്. IPC 354, 509 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയത്. ഇടവേള ബാബുവിന്റെ കേസ് ഇങ്ങനെയാണ്. അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ ആരോപണം.
എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തത്. ആലുവ സ്വദേശിനിയായ നടിയുടെ മൊഴി പ്രകാരമാണ് കേസ്. 376 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് ഇടവേള ബാബുവിനെതിരെയും ചുമത്തിയത്. മണിയമ്പിള്ള രാജുവിന്റെ കേസ്. നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിലാണ് മണിയമ്പിള്ള രാജുവിനെതിരെ കേസെടുത്തത്. ഫോർട്ട് കൊച്ചി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. IPC 356, 357 പ്രകാരമാണ് കേസ്. ഇതേ നടിയുടെ പരാതിയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരെയും പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് വിച്ചുവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇനി കോൺഗ്രസ് നേതാവിനെതിരായ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. സിനിമാ ലൊക്കേഷൻ കാണിക്കാൻ എന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി എന്നാണ് നടിയുടെ പരാതി. ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ. ഇയാൾക്കെതിരെ ബലാത്സംഗ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു ചന്ദ്രശേഖരൻ. നടിയുടെ പരാതിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞിരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരന് വേണ്ടി അടക്കം നിരവധി കേസുകളിൽ കോൺഗ്രസിനായി ചന്ദ്രശേഖരൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട്.